എല്ലാവർക്കും SR കറിവേണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല എളുപ്പത്തിൽ കുക്കറിൽ ഒരു വെജ് ബിരിയാണി റെഡിയാക്കി എടുത്താലോ? ഇരുന്നേര് വന്നാലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം മാത്രം മതി. വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ആദ്യം നമുക്ക് വേണ്ടത് അരിയാണ്. ഇതുകൊണ്ട് ഒരു പാത്രം ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 മീഡിയം വലിപ്പത്തിലുള്ള സബോള നൈസായി കട്ട് ചെയ്തത് ഒന്ന് ബ്രൗൺ കളറിലൊന്ന് വറുത്ത് കോരേണ്ട ആവശ്യമുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വേണം വറുത്ത് കോരാൻ. ഇതിപ്പോൾ ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്ത് കോരണം കേട്ടോ. ഇനി അതേ പാനിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ ചേഞ്ച് ആയാൽ കുറച്ച് മുന്തിരിയും കൂടിയും ഇട്ട് കൊടുത്ത് വറുത്ത് കോരാം. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറാണ് വേണ്ടത്. സ്റ്റൗവിൽ കുക്കർ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 2 പട്ട, 4 ഏലക്കായ, 4 കരയാമ്പൂ, 1 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൽ സബോള വറുത്ത് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളി, 2 പച്ചമുളക് ക്രഷ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, 1 ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ, നന്നായി ചെറുതായിട്ടല്ല. 1 ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുത്ത് വെച്ചാൽ ആ പാത്രത്തിൻ്റെ 1.5 പാത്രം വെള്ളം തിളപ്പിച്ചെടുക്കണം. തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരു ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കണം. പിന്നെ വറുത്ത സബോള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കർ മൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ കൊടുക്കുക. ഇപ്പോൾ ഇത് വിസിൽ വന്നു. സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുന്നത്. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദമ്മിട്ട് വെക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വറുത്ത സബോളയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കണം. മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് ഊരി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഉഴഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും കൂടി തണുത്ത് കഴിഞ്ഞാൽ അത് ലെവലായി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.